നമസ്കാരം. ചിപ്പിംഗ് സ്റ്റെപ്പിനെയും ഫയലിങ്ങിനെയും കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാനാവും. ഡ്രോയിങ് അനുസരിച്ച് മാർക്ക് ചെയ്യൽ, ചിസിൽ ഉപയോഗിച്ച് പ്രൊഫൈൽ കട്ട് ചെയ്യൽ, നൽകിയിരിക്കുന്ന അളവുകളിലേക്കുള്ള ഫയൽ സ്റ്റെപ്പ്. നമുക്ക് ചിപ്പിംഗ് സ്റ്റെപ്പ്, ഫയലിംഗ് എന്നിവയുടെ നടപടിക്രമങ്ങൾ പഠിക്കാം. ഈ എക്സർസൈസിനാവശ്യമായ ടൂളുകൾ താഴെ പറയുന്നവയാണ്: സ്റ്റീൽ റൂൾ, ട്രൈസ്ക്വയർ, ഡിവൈഡർ, വെർനിയർ കാലിപ്പർ, സർഫേസ് ടേബിൾ, ബാൽപിൻ ഹാമർ, ആൻവിൽ, ഫ്ലാറ്റ് ചിസിൽ, വുഡൻ മാലറ്റ്, ടിൻമെൻസ് ആൻവിൽ. നമുക്കിപ്പോൾ ഷീറ്റ് മെറ്റൽ 120 mm ഇൻറ്റു 120 mm അളവിൽ 0.5 mm തിക്നെസ്സിൽ ഒരു സ്നിപ്പ് ഉപയോഗിച്ച് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ലഭ്യമായ ഷീറ്റ് മെറ്റലിൻ്റെ അളവുകൾ പരിശോധിക്കുക. ഷീറ്റ് മെറ്റൽ ഒരു ടിൻമെൻസ് ആൻവിലിൽ ഒരു വുഡൻ മാലറ്റ് ഉപയോഗിച്ച് ഫ്ലാറ്റൻ ചെയ്യുക. ഷീറ്റ് മെറ്റലിൻ്റെ 4 അരികുകളും ഫയൽ ചെയ്യുക. ഷീറ്റ് മെറ്റലിൽ സമചതുരം മാർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഷീറ്റ് മെറ്റലിൽ ഒരു സ്റ്റീൽ റൂള്, ട്രൈസ്ക്വയർ, സ്ക്രൈബർ എന്നിവ ഉപയോഗിച്ച് ഒരു 120 mm സമചതുരം മാർക്ക് ചെയ്യുക. ഷീറ്റ് മെറ്റൽ ഒരു സ്നിപ്പ് ഉപയോഗിച്ച് 120 mm സമചതുരം ലഭിക്കുന്നതിനായി കട്ട് ചെയ്യുക. ഒരു ഫയൽ ഉപയോഗിച്ച് ഷീറ്റ് മെറ്റലിൻ്റെ അരികുകൾ ഡീബർ ചെയ്യുക. ഡ്രോയിങ്ങിലെ മാർക്കിംഗ് 5 പാർട്ടുകളായി വിഭജിക്കുന്നു. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5. നമുക്ക് പാർട്ട് 1ൻ്റെ മാർക്കിംഗ് നടപടിക്രമങ്ങൾ പഠിക്കാം. ഫേസ് എയിൽ നിന്ന് ഫേസ് ബിയിലേക്ക് 10 mm, 20 mm, 30 mm അകലങ്ങളിൽ ഒരു സ്റ്റീൽ റൂൾ, ട്രൈസ്ക്വയർ, സ്ക്രൈബർ എന്നിവ ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കുക. ഡ്രോയിങ് പ്രകാരമുള്ള പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഫേസ് ഇയിൽ നിന്ന് 25 mm, 55 mm, 85 mm അകലങ്ങളിൽ ലൈനുകൾ വരയ്ക്കുക. പാർട്ട് 1ൻ്റെ പ്രൊഫൈൽ ഡ്രോയിങ് പ്രകാരം ഹൈലൈറ്റ് ചെയ്യുക. നമുക്ക് പാർട്ട് 2ൻ്റെ മാർക്കിംഗ് നടപടിക്രമങ്ങൾ പഠിക്കാം. ഡ്രോയിങ് അനുസരിച്ച് ഫേസ് ഇയിൽ നിന്ന് 15 mm അകലത്തിൽ ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ഫേസ് ബിയിൽ നിന്ന് 40 mm, 50 mm, 60 mm, 65 mm എന്നീ അകലങ്ങളിൽ അവ 15 mm ലൈനിൽ മുട്ടുന്നതുവരെ ലൈനുകൾ വരയ്ക്കുക. അതുപോലെ ഫേസ് ബിയിൽ നിന്ന് 75 mm, 85 mm, 90 mm, 100 mm,
110 mm എന്നീ അകലങ്ങളിൽ അവ 15 mm ലൈനിൽ മുട്ടുന്നതുവരെ ലൈനുകൾ വരയ്ക്കുക. ഡ്രോയിംഗ് പ്രകാരം പാർട്ട് 2വിൻ്റെ ആവശ്യമുള്ള പ്രൊഫൈൽ ലഭിക്കുന്നതിനായി ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. പാർട്ട് 1, പാർട്ട് 2 പ്രൊഫൈലുകൾ നിരീക്ഷിക്കുക. നമുക്ക് പാർട്ട് 3യുടെ മാർക്കിംഗ് നടപടിക്രമങ്ങൾ പഠിക്കാം. ഫേസ് ഡിയിൽ നിന്ന് ഫേസ് എയിലേക്ക് 20 mm അകലത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അതുപോലെ ഫേസ് ഇയിൽ നിന്ന് ഫേസ് എയിലേക്ക് 20 mm, 40 mm, 60 mm അകലങ്ങളിലായി 20 mm വെർട്ടിക്കൽ ലൈനിനെ സന്ധിക്കുന്ന രീതിയിൽ ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കുക. ഡ്രോയിംഗ് പ്രകാരം പാർട്ട് 3യുടെ പ്രൊഫൈൽ ലഭിക്കുന്നതിനായി ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 പ്രൊഫൈലുകൾ നിരീക്ഷിക്കുക. നമുക്ക് പാർട്ട് 4ൻ്റെ മാർക്കിംഗ് നടപടിക്രമങ്ങൾ പഠിക്കാം. ഫേസ് ഇയിൽ നിന്ന് ഫേസ് എയിലേക്ക് ഡ്രോയിംഗ് പ്രകാരം 80 mm, 95 mm, 110 mm അകലങ്ങളിൽ ലൈനുകൾ വരയ്ക്കുക. അതുപോലെ ഡ്രോയിംഗ് പ്രകാരം ഫേസ് ബിയിൽ നിന്ന് 85 mm, 90 mm, 100 mm, 110 mm എന്നീ അകലങ്ങളിൽ ലൈനുകൾ വരയ്ക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് പാർട്ട് 4ൻ്റെ പ്രൊഫൈൽ പൂർത്തിയാക്കുക. പാർട്ട് 1, 2, 3, 4 പ്രൊഫൈലുകൾ നിരീക്ഷിക്കുക. നമുക്ക് പാർട്ട് 5ൻ്റെ മാർക്കിംഗ് നടപടിക്രമങ്ങൾ പഠിക്കാം. ഫേസ് സിയിൽ നിന്ന് ഫേസ് എയിലേക്ക് 6 mm, 25 mm അകലങ്ങളിൽ ലൈനുകൾ വരയ്ക്കുക. ഫേസ് ബിയിൽ നിന്ന് 25 mm അകലത്തിൽ ഒരു ലൈൻ വരച്ച് എൻഡ് പോയിന്റിൽ O ആയി മാർക്ക് ചെയ്യുക. ഒരു ഡിവൈഡറിൽ സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് 25 mm അളക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് O കേന്ദ്രമായി 25 mm റേഡിയസിൽ ഒരു ആർക്ക് AB വരയ്ക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് 75 mm റേഡിയസ് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് പോയിന്റ് B, C എന്നിവ ബന്ധിപ്പിക്കുന്ന ഒരു ആർക്ക് വരയ്ക്കുന്നതിലൂടെ പാർട്ട് 5 പ്രൊഫൈൽ പൂർത്തിയാകുന്നു. ഡ്രോയിംഗ് അനുസരിച്ച് പ്രൊഫൈൽ ലഭിക്കുന്നതിന് പാർട്ടുകളുടെ എല്ലാ എൻഡ് പോയിന്റുകളും ശരിയായി ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ചിപ്പിംഗ് വേളയിലെ മൂവ്മെൻ്റ് ഒഴിവാക്കാൻ ഷീറ്റ് ക്ലാമ്പ് ചെയ്യുക. സ്മാൾ ഫ്ലാറ്റ് ചിസിലും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് പാർട്ട് 1ൻ്റെ ചിപ്പിംഗ് ഓപ്പറേഷൻ നടത്തുക. സ്മാൾ ഫ്ലാറ്റ് ചിസിലും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് പാർട്ട് 2ൻ്റെ ചിപ്പിംഗ് ഓപ്പറേഷൻ നടത്തുക. സ്മാൾ ഫ്ലാറ്റ് ചിസിലും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് പാർട്ട് 3യുടെ ചിപ്പിംഗ് ഓപ്പറേഷൻ നടത്തുക.
സ്മാൾ ഫ്ലാറ്റ് ചിസിലും ബാൽ പിൻ ഹാമറും ഉപയോഗിച്ച് പാർട്ട് 4ൻ്റെ ചിപ്പിംഗ് ഓപ്പറേഷൻ നടത്തുക. സ്മാൾ ഫ്ലാറ്റ് ചിസിലും ബാൽ പിൻ ഹാമറും ഉപയോഗിച്ച് പാർട്ട് 5ൻ്റെ ചിപ്പിംഗ് ഓപ്പറേഷൻ നടത്തുക. ആവശ്യമുള്ള പ്രൊഫൈലിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ചിപ്പ് ചെയ്ത പ്രൊഫൈൽ ഡീബർ ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. നമ്മൾ പഠിച്ചവ ഒന്നുകൂടി നോക്കാം. ഡ്രോയിങ് അനുസരിച്ച് മാർക്ക് ചെയ്യൽ, ചിസിൽ ഉപയോഗിച്ച് പ്രൊഫൈൽ കട്ട് ചെയ്യൽ, നൽകിയിരിക്കുന്ന അളവുകളിലേക്കുള്ള ഫയൽ സ്റ്റെപ്പ്. ചിപ്പിംഗ് സ്റ്റെപ്പിനെയും ഫയലിങ്ങിനെയും കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസുകളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.